യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. രക്ഷനെ അങ്ങ് വാഴ്ത്തുന്നു, അങ്ങ് വാഴ്ത്തുന്നു, അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ രാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ രാത്രി പൽക്കാലവും സ്തോത്രി വർഷത്തിൻ്റെ അവസാന സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നന്ദിയുള്ളവരായിരിക്കാം. സ്തോത്രം. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം നന്ദിയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പൽക്കാലം ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. കർത്തൻ ചെയ്ത ഉപകാരങ്ങൾ നമ്മുടെ ചെറുതിലും വലുതിലുമൊക്കെയും, ചെറിയ ആവശ്യങ്ങളിലും വലിയ ആവശ്യങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മെ അനുഗ്രഹിച്ച് നമ്മെ ഇത്രത്തോളം കരം പിടിച്ചു കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നന്ദിയോടെ ആയിരിക്കാം ഈ പൽക്കാലം ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സങ്കീർത്തന പുസ്തകം 103 അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ആമീൻ. സ്തോത്രം. നന്ദിയായി നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത. നന്ദിയായി നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താം. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത. നന്ദിയാ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താം. ആമേ. സ്തോത്രം. അതേ പ്രിയതേ മക്കളെ, രാത്രി പൽക്കാലം നന്ദിയാൽ നിറയട്ടെ നമ്മുടെ ഹൃദയം. സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പൽക്കാലം നമുക്ക് കഴിയട്ടെ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ പൽക്കാലം ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും നാം മറന്നു പോകരുത്. സ്തോത്രം. നമുക്കറിയാം, നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നാം എപ്പോഴെല്ലാം ആ വ്യക്തിയെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ലോകത്ത് നാം എത്ര കാലം ജീവിക്കുന്നു ആ കാലത്തൊക്കെയും നാം ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ കുടുംബത്തോട്, ആ സ്ഥാപനത്തോടൊക്കെയും ഞാനും നിങ്ങളും നന്ദിയുള്ളവരായിരിക്കും നമുക്ക് ചെയ്ത ഉപകാരത്തെ ഓർത്ത്. അങ്ങനെക്ക് പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശ് അവസാനത്തുള്ളി രക്തം വരെ ചിന്തി നമുക്ക് രക്ഷ സൗജന്യമായി തന്നു, നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് നമുക്ക് ഈ പകൽക്കാലം നന്ദി പറയാം. സ്തോത്രം. നന്ദിയോടെ നമുക്കായിരിക്കാം. നാം മനുഷ്യരെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നന്ദി പറയും, അവരോട് താങ്ക്സ് പറയാറുണ്ട്. പക്ഷേ ഈ പകൽക്കാലം നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് നന്ദി പറയാം, ദൈവത്തെ സ്തോത്രം ചെയ്താം. ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും നമുക്ക് മറന്നു കളയാതെ, നാം മനുഷ്യർ ചെയ്ത ഉപകാരങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിലും ദൈവം ചിലപ്പോൾ നമുക്ക് നടത്തിയ വിധങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു കാണുമായിരിക്കും. പക്ഷേ ഈ പകൽക്കാലം എനിക്ക് തരണമേ തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് ബാക്ക്വേഡിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ ശാന്തമായിട്ടാ
കർത്താവിനോട് ഇടപെട്ട 1-2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണിയ സ്തുതിക്കാൻ തക്ക രീതിയിൽ കർത്താവ് എത്രയോ ഉപകാരങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തു. സ്തോത്രം ഹല്ലേലൂയ. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം ഹല്ലേലൂയ. അതിനെ നാം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നാം പോലും അറിയാതെ നാം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങും. നമ്മുടെ ഹൃദയം നിറയുവാനായിട്ടിടയത്തിലും ആ ഹൃദയം നിറഞ്ഞ് അത് വാകൊണ്ട് പ്രസ്താവിച്ച് ദൈവത്തിന് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകാതെ കർത്തൻ ചെയ്ത ഹല്ലേലൂയ. മനുഷ്യരൊക്കെയും ചിലപ്പോൾ നാം എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നു പോകും. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് എന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചോദിച്ചതിലും നിലച്ചിലപ്പുറമായിട്ട് നാം എത്രയോ കാര്യങ്ങൾ, ചോദിക്കാത്ത കാര്യങ്ങൾ കർത്താവ് തന്നു. ഇന്ന് നമ്മൾ പകൽക്കാലമായിരിക്കുമ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നതൊക്കെ തന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കാണും. പ്രിയ ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ തരാതിരുന്നതും ദൈവത്തിൻ്റെ ഒരു പദ്ധതി മാത്രം, അല്ലെങ്കിൽ നന്മയ്ക്കായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു കുഞ്ഞ് എത്ര നിർബന്ധം പിടിച്ചാലും കരഞ്ഞു കഴിഞ്ഞാലും ഒരു കുഞ്ഞിൻ്റെ കയ്യിലെടുത്തുകൊണ്ട് ഒരു പിതാവോ ഒരു മാതാവോ ഒരു കത്തി എടുത്ത് കൊടുക്കത്തില്ല. കാരണം അറിയാം, അപ്പോൾ അവൻ കുറച്ചേ കരയത്തുള്ളൂ. പക്ഷേ അതിനകത്ത് നിന്ന് ഒരു മുറിവ് ആ കുഞ്ഞിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം കരയേണ്ടി വരും, ഇല്ലെങ്കിൽ ഒരു ആപത്ത് വന്നാലെന്ന് അതറിയാവുന്ന പിതാവും മാതാവും ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരിക്കലും എടുത്ത് ആ കത്തി കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി ദിവസം കരഞ്ഞു കാണും, ഉപവസിച്ച് കാണും, പ്രാർത്ഥിച്ച് കാണും, കർത്താവ് എനിക്കത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് കാണും. പക്ഷേ എന്നിട്ടും ചിലത് കർത്താവ് തരാതിരുന്നത് നമുക്ക് ചില മുറിവുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയാ, ചില വേദനകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയാ, ഞാനും നിങ്ങൾ തകർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയാ. അങ്ങനെ ഈ പകൽക്കാലം പറയാ, നന്ദി എന്ന് പറയുക. കർത്താവേ, ഞാൻ ഇത്രയൊക്കെ കരഞ്ഞിട്ടും ഇത്ര പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് മറുപടി തരാതിരുന്നതിനായിട്ട് നന്ദി എന്നൊന്ന് പറയുക. സ്തോത്രം ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, നന്ദിയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പകൽക്കാലമായിരിക്കാം നന്ദിയാൽ നിറയുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ചില യാത്രകൾ ചിലപ്പോൾ മുടക്കങ്ങൾ വരുത്തി കാണുമായിരിക്കാം. സ്തോത്രം. ചിലപ്പോൾ ജോലി മേഖലയിൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്ന് കാണുമായിരിക്കാം. പക്ഷെ ഇതൊക്കെയും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരുന്നു എന്ന് നാം തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. എത്രയോ രാത്രികാലം നാം സ്തോത്രം കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചില മറുപടികൾ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കാതെ ചെന്ന് കിടന്നപ്പോൾ പോലും ഉറങ്ങാത്ത മഴങ്ങാത്ത കർത്താവ് നമ്മുടെ അരികത്ത് കടന്നു വന്നുകൊണ്ട് നമ്മെ ആശ്വസിപ്പിച്ചില്ലേ. നീ എന്തിനാ പിടങ്ങുന്നത്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അരികത്ത് വന്ന് സമാധാനിപ്പിച്ച ഒരു കർത്താവ്. നാം പോലും അറിയാതെ രാവിലെ എഴുന്നേറ്റപ്പോൾ പുതുമനുഷ്യനെ പോലെ നാം എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ. ഇതിനെ ഓർക്കുക. സ്തോത്രം. എത്രയോ പ്രാവശ്യം പല രോഗങ്ങൾ നമ്മുടെ ശരീരം, നമുക്ക് എത്ര തന്നെ സ്തുതിച്ചാലും മതി വരികയല്ല ദൈവത്തെ. നമുക്ക് എത്രയോ പ്രാവശ്യം പല ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും വന്നപ്പോൾ പലയിടത്തും നാം ഡോക്ടർമാരെ ചെന്ന് അഭയം പ്രാപിച്ചപ്പോൾ രോഗത്തിന്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞില്ല ഇന്ന രോഗമായിരിക്കും, ഇന്ന രോഗത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞ് അവർ നമ്മെ ടെസ്റ്റിന് വേണ്ടി വിടുമ്പോഴും പ്രിയ ദൈവ പൈതലെ, നമ്മോടൊപ്പം ടെസ്റ്റിന് വിട്ട അനേകം പേർക്ക് മാരകമായ രോഗങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു രോഗവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോർമൽ എന്ന് പറഞ്ഞ റിസൾട്ട് ദൈവം തന്നില്ലേ. ഇതിനെ ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിക്കുക. നാം ഹല്ലേലൂയ, നാം സ്തുതിക്കുക. ദൈവത്തിന് കടപ്പെട്ടവരാണ്. കാരണം നാം ഇന്ന് പറയുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. എത്രയോ പേർ എന്തെല്ലാം ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിലുടനീളം ചെയ്യാമെന്ന് ആഗ്രഹിച്ചവർ, നമ്മേക്കാൾ ശ്രേഷ്ഠരായവർ, നമ്മേക്കാൾ യോഗ്യരായവർ, നമ്മേക്കാൾ എല്ലാ രീതിയിലും ഉയർന്നു നിൽക്കുന്നവർ പലതും ആഗ്രഹിച്ചിട്ട് ഒറ്റ നിമിഷത്തിനോടെ എല്ലാം തകർന്നു പോയപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാഞ്ഞിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരാഞ്ഞിട്ടല്ല, പക്ഷെ ജീവിതത്തിന്റെ ഏകാന്തതയുടെ മധ്യത്തിലും ഒറ്റപ്പെടന്റെ മധ്യത്തിലും നമ്മുടെ ചാരത്തിറങ്ങി വന്ന് നമ്മെ സമാധാനിപ്പിച്ചത് കൊണ്ട് മാത്രമല്ലേ.
ഹല്ലേലൂയ. നാം ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. എത്രയോ പേർ നമ്മുടെ പോലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നവർ ഈ ലോകത്തുനിന്ന് ജീവിതങ്ങളെ തന്നെ നശിപ്പിച്ചു കളഞ്ഞപ്പോ നമ്മെ നിർത്തിയ ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ, നമ്മെ നിർത്തിയ ദൈവത്തിന്റെ കരുതൽ, ഹല്ലേലൂയ. ഈ പകൽക്കാലം നമ്മുടെ ഹൃദയം നിറയട്ടെ. നമ്മുടെ തലമുറകളായിരുന്നിടത്ത് കാത്ത ദൈവത്തിന്റെ കൃപ, നമ്മുടെ കുടുംബത്തെ കാത്ത ദൈവത്തിന്റെ കൃപ. എത്രയോ കുടുംബ ജീവിതങ്ങൾ ചെറിയ ഒരു വാക്തർക്കം കൊണ്ട്, ചെറിയ ഒരു സംശയങ്ങൾ കൊണ്ട് താറുമാറായി പോയപ്പോ, ആർക്കും യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോ, പ്രിയ ദൈവ പൈതലേ, നമ്മുടെ കുടുംബത്തെ നിർത്തിയ, നമ്മുടെ തലമുറകളെ മാനിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്നല്ലോ, സ്തോത്രം. നാം തിരിഞ്ഞു നോക്കിയാൽ മതി, നമുക്ക് എന്തിനെങ്കിലും ഒന്ന് മുടക്കം വന്നോ എന്ന്, സ്തോത്രം. നാം പലപ്പോഴും ഹല്ലേലൂയ ഒത്തിരി പരാധീനകൾ കർത്താവിനോട് പറയുമെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും മുടക്കം വന്നോ എന്ന് നാം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, സ്തോത്രം. എന്തെങ്കിലും ഒരു കുറവ് വന്നോ, എന്തെങ്കിലും ഒരു വൈകല്യങ്ങൾ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എന്തിനെങ്കിലും ഒന്ന് മുടക്കം വരുത്തിയോ എന്ന് നാം ചിന്തിച്ചു നോക്കാം. നാം അവിശ്വസ്തനായി തീർന്നപ്പോഴും വിശ്വസ്തനായിരുന്ന നമ്മോട് കൂടെ ഇരുന്ന ഒരു സർവശക്തനായ ദൈവമല്ലേ, സ്തോത്രം. എത്രയോ സമയം നാം സ്തോത്ര കർത്താവിന് വിട്ട് അകന്നു പോയി, അപ്പോഴും നമ്മെ തേടി വന്ന പത്രോസ് യേശു കർത്താവിന്റെ മായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പടകും വലയും എടുത്തുകൊണ്ട് കടലിലേക്ക് കടന്നുപോയി. രാത്രിയൊക്കെ അധ്വാനിച്ചൊന്നും കിട്ടില്ല, പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയും യേശു കർത്താവ് ഗെന്നസരത്ത് കടലിലേക്ക് ആ പത്രോസിനെ തേടിപ്പോയി. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ കരയ്ക്ക് കയറിയപ്പോ കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട് കാത്തിരുന്ന ഒരു കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എത്രയോ പ്രാവശ്യം ഞാനും നിങ്ങളും അകന്നു പോയി, കർത്താവിനെ വിട്ട് മാറിപ്പോയി. ഇനി ഈ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഇനി കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം ചില വിഷയം കൂടെ നടുവിൽ, ഭാരം കൂടെ മധ്യത്തിലൊക്കെ എല്ലാം വലിച്ചു കളഞ്ഞിട്ട് നാം മാറിപ്പോയപ്പോഴും നമ്മുടെ അരികത്ത് വന്നില്ലേ കർത്താവ്. പ്രിയ മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തുക നമ്മുടെ അരികത്ത് വന്നില്ലേ. ആ പ്രയാസം കൂടെ മധ്യത്തിലൊക്കെയും നാം ഒരു ആശ്വാസത്തിന് വേണ്ടി പലരെയും കോൾ വിളിച്ചില്ലേ. ഒരു ഫോൺ കോളും ആരും എടുക്കാതിരുന്നപ്പോഴും, നമ്മുടെ അരികത്ത് ആരും ആശ്വസിപ്പാനായിട്ട് ഇല്ലാതിരുന്നപ്പോഴും, നമ്മെ ആശ്വസിപ്പിക്കേണ്ടവരും മാറി നിന്ന് പരിഹസിക്കുകയും നിന്ദിക്കുകയും നമ്മിലുള്ള കുറ്റങ്ങളെ എടുത്തുകൊണ്ട് നമ്മെ നിന്ദിച്ചു കഴിഞ്ഞപ്പോ ഒരു കുറ്റവും പറയാതെ എന്നെ നിങ്ങളെ സ്നേഹിച്ച കർത്താവ് കഴിഞ്ഞൊരു വർഷം നടത്തിയ വിധങ്ങളെ ഓർക്കുക. ആ കർത്താവിന്റെ സന്നിധി നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ ഹൃദയം ആരുടെയും പ്രേരണ കൂടാതെ, ഞാൻ പറഞ്ഞല്ലോ, നാം പല സ്ഥലത്ത് ഈ പകൽക്കാലമായിരിക്കും, പക്ഷേ ഈ പകൽക്കാലം നാം കർത്താവിനുമായിട്ടുള്ളൊരു ബന്ധം ഒന്ന് തിരിഞ്ഞു നോക്കണം. നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം സ്തോത്രം, നാം അറിയാതെ ആരുടെയും പ്രേരണ കൂടാതെ അപ്പാ എന്നൊന്ന് വിളിക്കാൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് അപ്പാ എന്നൊന്ന് വിളിച്ച് സ്തോത്രം പറയുവാൻ, നന്ദി പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് നന്ദിയുള്ളവരായിട്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഒന്നും നമുക്ക് മറന്നു കളയാതെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് ആയിരിക്കാം. സ്തോത്രം. ഇബ്രായർ ലേഖനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 13-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അങ്ങനെ കർത്താവിന്റെ സന്നിവചനത്തിൽ നമുക്ക് ഇബ്രായർ ലേഖന കർത്താവ് പറയുന്നുണ്ട്, ഇതുകൊണ്ട് സ്തോത്രം, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക. അപ്പൊ നാം സ്തോത്രയാഗം അർപ്പിക്കുവാൻ ഞാനും നിങ്ങളും ഇടവിടാതെ ദൈവത്തെ സ്തോത്രം ചെയ്യുക, യാഗം അർപ്പിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് നിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നു. അപ്പൊ ഈ ലോകത്ത് നാം ജീവിച്ചപ്പോ നമുക്ക് കഴിഞ്ഞൊരു വർഷം ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഷ്ടതയും പ്രയാസമൊക്കെ വന്നു കാണും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ
ചില പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി കിട്ടിക്കാണില്ലായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാ നമുക്ക് ഇവിടെ നിൽക്കുന്ന ഒരു നഗരമല്ല, മറിച്ചെന്താ, നമുക്കൊരു നിത്യഭവനമുണ്ട്. ആ നിത്യഭവനത്തെ ഓർത്തുകൊണ്ട് ഞാനും നിങ്ങൾ കൈവിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ചിലതൊക്കെ ചിലപ്പോൾ കർത്താവ് തന്നില്ലായിരിക്കാം, ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ തരാനുള്ള ഒരു ടൈമായി കാണില്ലായിരിക്കാം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം തരാത്തതിനെ ഓർത്ത് കർത്താവിന്റെ ജീവിതത്തിൽ മറുപടി തന്നില്ലല്ലോ, ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഇരിക്കാതെ നാം എന്ത് ചെയ്യുന്ന, ഇടവിടാതെ സ്തോത്രയാഗം കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുവാനായിട്ട് ഞാനും നിങ്ങൾ തയ്യാറാകണമെന്ന് ഇവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതാ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് അതുപോലും കാണുവാൻ സാധിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനുമായിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്നിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം, ദൈവത്തിന്റെ സന്നിധി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇതിനാ കൃപാസന്നിധിയിലേക്ക് നമുക്ക് ചെന്ന് എത്തുവാനായിട്ട് ദൈവം തന്ന അവസരത്തെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. സ്തോത്രം. 107-ാം സങ്കീർത്തനത്തിലൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം ചെയ്തതായിട്ട് നമുക്ക് ചെയ്ത നന്മകൾ ഓർത്ത് സ്തുതിക്കുവാനായിട്ട് 15 കൂട്ടം കാര്യങ്ങളെ തന്നെ അവിടെ തന്നെ ആ 107-ാം സങ്കീർത്തനത്തിൽ മാത്രമായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. നാം ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം, എങ്ങനെ ഞാൻ സ്തുതിക്കാനാ, ഇല്ലെങ്കിൽ എന്തു പറഞ്ഞ് സ്തുതിക്കാനാ, എനിക്ക് വലിയ പറയത്തക്ക രീതിയിൽ നമുക്ക് സ്തുതിക്കാനായിട്ട് ഒന്നുമില്ലല്ലോ. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, നാം ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് തന്നെ ദൈവത്തിന്റെ ഒരു കൃപയാണ്. എത്രയോ പേര് ശ്വാസം പുറത്തുവിടുവാനും അകത്തേക്ക് എടുക്കുവാനും കഴിയാതെ വേണം ഭാരത്തിലായി തീരുമ്പോ, പ്രിയ ദൈവമക്കളെ സ്തോത്രം, നമുക്ക് ആവശ്യമായ രീതിയിൽ ശ്വസിപ്പാനും പുറത്തേക്ക് വിടുവാനും അകത്തേക്ക് എടുപ്പാനും ദൈവം തന്ന ദൈവത്തിന്റെ ഒരു കൃപ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ഒരു പരസഹായം കൂടാതെ നമുക്കറിയാം, അനേകം പേർ പലതും ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് കടന്നു വന്ന, അവരുടെ ശരീരത്തിൽ കടന്നു വന്ന ബുദ്ധിമുട്ട് മുഖാന്തരമായിട്ട് അവർ എന്തൊക്കെ ചെയ്യുവാനായിട്ട് പ്ലാനിങ് വച്ചിരുന്നെന്ന് പോലും മറ്റുള്ളവരോട് വാ തുറന്ന് പറയുവാൻ കഴിയാതെ വണ്ണം അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദം ഒന്ന് പുറത്തു വരുവാനോ അത് മറ്റുള്ളവർക്ക് കേൾക്കുവാനോ കഴിയാതെ വണ്ണം അവരുടെ ഉള്ളിൽ മാത്രം കിടക്കും പോവും. വേറെ കണ്ണുനീർ കൊണ്ട് അവർ കട്ടിനെ നനച്ച് ഒന്ന് അനങ്ങാൻ കഴിയാതെ മറ്റുള്ളവരുടെ പരസഹായം കൊണ്ട് മാത്രം ആയിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ പോരെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, ഇതൊക്കെ പോരെ കർത്താവിന്റെ ഉപകാരങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ പരാതികൾ മാറട്ടെ, നമ്മുടെ ഹൃദയം നിന്ന് അറിയട്ടെ കർത്താവിനോട്. ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില വിടുതലൊക്കെ ലഭിച്ചില്ലായിരിക്കും. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, അത് നമ്മുടെ നന്മയ്ക്കായിരുന്നു. സ്തോത്രം. കാരണം നമുക്കൊരു നന്മയും ദൈവം മുടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടത്, കഴിഞ്ഞ വർഷം ലഭിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നെങ്കിൽ ദൈവം അത് ഒരിക്കലും മുടക്കിക്കളയില്ല. പക്ഷെ എന്തെങ്കിലും ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്. അത് മാത്രം നാം ഓർത്താൽ മതി. നമുക്കതിൻ്റെ ടൈം ആയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത അപ്പം വന്നില്ല. ആവശ്യമുണ്ടായിരുന്നു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നന. സ്തോത്രം. നമ്മൾ മുടക്കിക്കളഞ്ഞ് മറ്റുള്ള മുമ്പിൽ നിന്ന് കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവല്ല നമ്മൾ വിളിച്ചിറക്കിയത്. തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം, തക്ക സമയത്ത് നമുക്ക് വേണ്ടതൊക്കെയും തരുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മെ നടത്തിയ വിധങ്ങളെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം, അന്തരംഗം, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അന്തരംഗ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നമ്മളെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കാം. നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്ന് നമുക്ക് 107-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കഷ്ടതയിൽ നിന്ന് വിടുവിച്ച ദൈവം, നമ്മുടെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, നമ്മുടെ രോഗശയ്യയിൽ നമ്മെ താങ്ങിയതായ ദൈവം, ഇങ്ങനെ ഒരു 15 കൂട്ട കാര്യങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യഹോവ നമുക്ക് ചെയ്ത നന്മകളെ ചൊല്ലി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നാം കടപ്പെട്ടവരാണെന്ന് കാണുവാൻ സാധിക്കുന്നു. മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിപ്പാ, ഞാനും നിങ്ങൾ കടപ്പെട്ടവരാണെന്ന് വചനത്തിൽ കാണുന്നു. ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായിട്ട്, വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിച്ചത്
ഉപയോഗിച്ചതിനായിട്ട്, എന്നെ നിങ്ങളെ തകർത്ത് കളയുവാനായിട്ട് ശത്രു പല പദ്ധതികളുമായിട്ട് കടന്നു വന്നപ്പോഴും എന്നെ നിങ്ങളെ വിട്ടുകൊടുക്കാതെ വണ്ണം നമ്മെ കാത്ത ഹല്ലേലൂയ, നമ്മെ പരിപാലിച്ച, നാം പോലും അറിയാതെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറയിൽ മറയ്ക്കുന്നത് പോലെ മറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്ത, നമ്മെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തെ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചോ, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറച്ച സർവശക്തനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എത്രയോ ആപത്തുകൾ, അനർത്ഥങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ തൊട്ടു മുമ്പേ കണ്ടപ്പോ, നാം വാഹനം ഡ്രൈവിംഗ് ചെയ്ത് കടന്നു പോയപ്പോഴൊക്കെ കണ്ടപ്പോ, അതിന് തൊട്ടു പിന്നാലെ നമ്മൾ പോകുമ്പോൾ, എനിക്ക് തൊട്ടു പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് ആപത്തുകൾ കടന്നു വന്നപ്പോഴും ഒരു കണ്ണിമിക്കുന്നതിനുള്ളിൽ കർത്താവ് നമ്മെ ചിലയിടത്തുനിന്ന് മറച്ചില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആരോ വന്ന് കൈനീട്ടി തട്ടി മാറ്റുന്നത് പോലെ ചില അനർത്ഥങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ചില വ്യസനത്തിന്റെ അനുഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ മാറ്റിയില്ലേ? സ്തോത്രം. നമുക്ക് നന്ദിയാൽ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നന്ദിയാൽ ദൈവത്തെ വാഴ്ത്തുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. എന്നെ അന്തരംഗമേ ദൈവത്തെ വാഴ്ത്തുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം ഓർക്കുവാനായിട്ട് ഇടയായി തീരുക. സ്തോത്ര. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞൊരു വർഷവും നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞവർ ഒത്തിരി പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കാണുമായിരിക്കാം. പക്ഷെ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അവരാരും സഹായത്തിനില്ലാതെ കടന്നുപോയി എത്രയോ ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. എത്രയോ മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെ ഒക്കെ നിന്റെ ഏകാന്തതയെ നിന്റെ കൂടെ ഇരുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങാമോ ഈ പ്രഭാതത്തിൽ? ഈ ഒരു ദിവസവും നാം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് തുടങ്ങണം. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ കടന്നു വന്നു. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് കാണിക്കാനായിട്ട് അവർ പോയി. പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ 9 പേർ അവർ കടന്നു പോകുന്ന വഴിയിൽ അവർക്ക് സൗഖ്യം ലഭിച്ചു. പക്ഷെ 9 പേർ അതേ പാടെ അങ്ങ് പോയി. പക്ഷെ ഒരാൾ മടങ്ങി വന്നു. സ്തോത്രം. കർത്താവിന്റെ പാദപീഠത്തിൽ വീണു. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നാം ചിന്തിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. നാം ആ 9 പേരെ പോലെ നാം ഒരു സ്തോത്രം ഒരു പോക്കങ്ങ് പോകുന്ന ഒരു കൂട്ടത്തിലാണോ? നാം മടങ്ങി വന്ന് കർത്താവിന്റെ സന്നിധി നന്ദി പറയുന്നുണ്ടോ? ആ കാൽക്കൽ ഈ പകൽക്കാലം ഒന്ന് വീഴാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ വേറെ ഒന്നും ഓർക്കണ്ട. നമുക്ക് ജീവൻ തന്ന, നമ്മുടെ പ്രാണനെ നിലനിർത്തിയ, നമുക്ക് വേണ്ടതൊക്കെയും തന്ന്, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതിനെ തന്ന് നമ്മെ നിർത്തിയ ദൈവത്തിന്റെ കൃപയെ മാത്രം ഒന്ന് ഓർത്താൽ മതി. നാം അറിയാതെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. നമ്മുടെ കണ്ണുകൾ നനയും. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അത്രത്തോളം കർത്താവ് നടത്തി, അത്രത്തോളം ദൈവം നമ്മെ നടത്തി. അനേകം പേർ വേദനയുടെ മധ്യത്തെ നിലവിളിക്കുമ്പോൾ, കീമയും ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ട് നിലവിളിക്കുമ്പോൾ, വേദനകൾ സഹിക്കാൻ പറ്റാതെ അവർ ഭാരപ്പെടുമ്പോൾ, അവരുടെ വേദനയുടെ കാഠിന്യം എത്രയെന്ന് ആരോടും പറയാൻ കഴിയാതെ നിലവിളിക്കുമ്പോഴും, പ്രിയ ദൈവമക്കളെ, നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപ, സ്തോത്രം. നമ്മെ കരുതുന്ന ദൈവത്തിന്റെ ആ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ചിന്തിക്കാം, നാം ഒരാളിനെ പോലെയാണോ? ആ 9 പേരെ പോലെയാണോ? ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഒരു വ്യക്തി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തന്നു കഴിഞ്ഞാൽ അതിനെ നാം എന്നും അതിനെ പുകഴ്ത്തുവാനായിട്ട് ഇടയത്തില്ല. അവരെ കാണുമ്പോൾ നാം സ്തോത്രം നന്ദി പറയുവാൻ പിന്നെ നാം വെമ്പൽ കൊള്ളും. അങ്ങനെയൊക്കെ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ എത്രയോ നമുക്ക് സ്തോത്രം ചോദിച്ചതിലപ്പുറമായിട്ട്, നാം നനച്ചതിലപ്പുറം, നാം ചെറിയൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ കർത്താവിനോട് ചോദിച്ചത്. എത്രയോ അതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നില്ലേ? സ്തോത്രം. നാം ചോദിക്കാത്ത എത്രയോ ആവശ്യങ്ങൾ, നിന്റെ ഉള്ളിൽ കടന്നു വന്ന ചെറിയൊരു ആഗ്രഹത്തെ പോലും ആരോടും പറഞ്ഞില്ലെങ്കിൽ ആഗ്രഹത്തെ വരെ നിറവേറ്റി തന്നൊരു കർത്താവില്ലേ? അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ദൈവത്തിന്റെ സന്നിധി നന്ദി ഉള്ളവരായിരിക്കുക. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് സ്തുതിക്കുക. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പറഞ്ഞു തീരാത്ത ദാനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറയട്ടെ. സ്തോത്രം. നന്ദിയ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ.
കാറ്റെല്ലാം അങ്ങ് മാറട്ടെ പ്രിയ ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന ഭവനത്തിനകത്ത്, നാം ആയിരിക്കുന്നിടത്ത് സ്തോത്രവും സ്തുതിയും കൊണ്ട് നിറയുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നാം പോലും അറിയാതെ ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം നമ്മുടെ പൊതിയുവാനായിട്ട് ഇടയായിത്തീരും. ആ ഒരു സാന്നിധ്യത്തോടു കൂടി 2025 ദൈവഹിതമായി കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ ആ മഹത്വം നമ്മുടെ പേര് വെളിപ്പെടും. നമ്മുടെ പരാധീനകളും പറഞ്ഞുകൊണ്ട് 2025 പ്രവേശിച്ച നമ്മുടെ ജീവിതത്തിൽ നിരാശയോടെ മറിച്ച് ഈ പകൽക്കാലം ദൈവത്തോടുള്ള ഒരു നന്ദിയുള്ള ഹൃദയത്താൽ നിറയുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിന്നെ മേൽ ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടും. കാരണം നമ്മുടെ ഭാരങ്ങൾ മാറും. കർത്താവ് കാര്യം ആ ടെൻഷൻ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ അങ്ങോട്ട് മൈൻഡ് ഓപ്പൺ ചെയ്യാൻ പറ്റാതിരിക്കുക. മറ്റത് കർത്താവ് ചെയ്ത വിധങ്ങളെ നമ്മളൊന്ന് ഓർത്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കാത്തതെല്ലാം നമ്മൾ മറന്നിട്ട് ആ സ്തോത്രം ചെയ്യുമ്പോൾ നാം കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഒരു കുഞ്ഞുകുട്ടി, നമുക്കറിയാം അവന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുറെ ടൈമിലേക്ക് എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞുകുട്ടി ആ പേരൻസിന്റെ അടുക്കിലേക്ക് വന്നിങ്ങനെ അടുത്ത് നീക്കും. അവന് എങ്ങനെയാണ് അവന്റെ സ്നേഹപ്രകടനം. എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നമുക്കറിയാം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു ഡോഗ് ആയിക്കഴിഞ്ഞാലും നമ്മൾ എപ്പോഴെങ്കിലും അതിനൊരു കഷ്ണം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നാം അതിനെ അടിക്കട്ടെ, കല്ലെടുത്ത് എറിയട്ടെ, പിന്നെ എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും നമുക്കറിയാം അത് നമ്മളെ കാണുമ്പോൾ അതിന്റെ വാലൊന്ന് ആട്ടുവാനായിട്ട് ഇടയത്തിനും. അത് ഓർക്കുന്നത് നാം കല്ലെടുത്ത് എറിഞ്ഞതോ ഇല്ലെങ്കിൽ നാം അതിനെ ഡോറിൽ പിടിച്ചടച്ച് അതിനെ പുറത്താക്കിയോ ഇതല്ല ഓർക്കുന്നത്. അതിനുപരിയായിട്ട് അതിന് കൊടുത്ത ഒരു ചെറിയ പീസ് ഭക്ഷണത്തെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് അതിന്റെ ഉടമസ്ഥനെ കാണുമ്പോൾ വാലുകൾ ആട്ടാനായിട്ട് ഇടയത്തിനും. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ദൈവം ചെയ്ത ഉപകാരത്തെ ഓർത്തുകൊണ്ട് നാം നന്ദിയുള്ളവരായിരിക്കുക. സ്തോത്രം. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുക. അതാ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന. നന്ദി ഉള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി കർത്താവിന്റെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ കർത്താവ് അവനോട് ചോദിച്ചു, ബാക്കിയുള്ളവർ 9 പേര് എവിടെ എന്ന്. സ്തോത്രം. അങ്ങനെയൊക്കെ ആ 9 പേരുടെ കൂട്ടത്തിലല്ല, ആ ഒരാളുടെ കൂട്ടത്തോടു കൂടി നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു വർഷക്കാലം ദൈവം ചെയ്ത ചില വിടുതലുകളുടെ പൂർണ്ണത അനുഭവിക്കുവാനായിട്ടിടയായിത്തീരും. അത് നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതിന്റെ ഒരു പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നാം ഇന്ന് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോഴും നാം ദൈവത്തെ സ്തുതിക്കുന്നതിന് ഉപരിയായിട്ട് ശത്രു നമ്മുടെ മണ്ടിൽ കൊണ്ടുവരുന്നു, നീ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, കിട്ടിയില്ലല്ലോ, പിന്നെ എന്തിനാ നീ നന്ദി പറയുന്നു എന്നുള്ള ഒരു ചോദ്യമായിരിക്കാം. ഒരു വെല്ലുവിളി ഉണ്ടാകുന്ന ഒരു ടൈമാണ്. നാം ദൈവത്തെ സ്തുതിക്കണമോ ദൈവത്തെ തള്ളി പറയണമോ എന്നുള്ള ഒരു ഫൈറ്റ് നടക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ ദൈവജനം എന്ത് ചെയ്യണം? ദൈവത്തെ നന്ദി പറയണം, ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാക്കണം. ഇടവിടാതെ സ്തോത്രയാഗം അർപ്പിക്കുവാനായിട്ട് ഇടയെത്തുന്ന നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കണമെന്ന്, ദൈവത്തെ സ്തോത്രം ചെയ്യണമെന്ന തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെയും വർഷത്തിന്റെ ആരംഭം മുതൽ, ആണ്ടിന്റെ ആരംഭം മുതൽ ഇതുവരെയും നമ്മുടെ ചെറുതും വലുതുമായ സകല വിഷയത്തിനകത്തും ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ കടന്നു വന്നു, നിരാശയുടെ അനുഭവങ്ങൾ കടന്നു വന്നു. പക്ഷെ അതിന്റെ നടുവിലൊക്കെയും ഞാൻ നിങ്ങൾ നിലവിളിച്ചപ്പോൾ ആ ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ച, ആ പ്രയാസത്തിൽ നിന്ന് വിടുവിച്ച, ആ വേദനയുടെ അനുഭവത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിനെ സ്തുതിക്കുവാൻ തയ്യാറാക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാക്കുക. സ്തോത്രം. കർത്തൻ ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. അതൊന്നും മറന്നു കളയാതെ ആ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തന്ന് പരിപാലിച്ച, ഒന്നിനും ഒരു മുടക്കം വരുത്താതെ വേണം. സ്തോത്രം. എത്രയോ രാത്രികൾ നാം കിടന്നപ്പോൾ കരഞ്ഞോണ്ട് കിടന്നുവെങ്കിലും പ്രഭാതത്തിൽ നാം പോലും അറിയാതെ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിലെ പലരും ഈ ലോകത്തിലുള്ള മനുഷ്യര് ജീവിതത്തെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ തന്നെ തന്റെ ജീവിതങ്ങളെ നശിപ്പിച്ച് കളഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തിലും അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും കർത്താവ് കരം പിടിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. യഹോവ
തന്റെ ജനത്തിന് ശക്തി തന്ന്, യഹോവ തന്റെ ജനത്തിന് സമാധാനം തന്ന് നമ്മെ ഇത്രത്തോളം നടത്തിയ, ഇത്രത്തോളം കൊണ്ടുവന്ന ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ദൈവത്തിന്റെ മുമ്പാകെ നന്ദിയുള്ളവരായിരിക്കാം, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ വണ്ണ ഹല്ലേലൂയ, കഷ്ടതയിൽ നമ്മെ വിടുവിച്ച, നമ്മുടെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ച, നമ്മുടെ രോഗശയ്യയിൽ കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിച്ച, നമ്മെ വിടുവിച്ച കർത്താവിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകൾ, തിരമാലകൾ കടന്നു വന്ന ലോകം പറഞ്ഞു കാണുമായിരിക്കാം ഈ കൊടുങ്കാറ്റിനകത്ത് തീരും, ഈ പ്രയാസത്തിനകത്ത് അവര് തീരുമെന്നൊക്കെ പറഞ്ഞ സാഹചര്യങ്ങളില്ലേ. പക്ഷേ ലോകം പറഞ്ഞുവെങ്കിലും അതിൻ്റെക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മുടെ തല ഉയർത്തിയ ദൈവം, നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ തല ഉയർത്തി നിന്നെ മാനിച്ച, നിന്റെ കുടുംബത്തെ മാനിച്ച, നിങ്ങളുടെ തലമുറകളെ മാനിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനേക ശ്രേഷ്ഠന്മാരായിരുന്നവർ, അനേക ഭക്തന്മാരായിരുന്ന, അനേകം പേർ വീണുപോയ ഓട്ടക്കളത്തിൽ നിൽക്കുമ്പോൾ എന്നെ നിങ്ങളെയും കാത്തു പരിപാലിച്ച, വീണു പോകാനുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴും വീഴ്ത്തിക്കളയുവാനായിട്ട് ശത്രു പല തന്ത്രങ്ങൾ കടന്നു വന്നപ്പോഴും നമ്മുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ എന്നെ നിങ്ങളെ സ്നേഹിച്ച കർത്താവ് ഒരു സ്തോത്ര അതിർവരമ്പുകൾ ഇട്ടുകൊണ്ട് ചുറ്റും തീമതിലായിരുന്നുകൊണ്ട് തൊട്ടുപോകരുത് എന്നുള്ള ആജ്ഞശബ്ദത്തോടെ നമ്മെ ഇതുവരെയും കാത്തു പരിപാലിച്ച, നമ്മെ നമുക്കുള്ളതിനെയും കാത്തു, നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആരുടെയും പ്രാണന് ഹാനി വരാതോണം കാത്തു പരിപാലിച്ച, എണ്ണത്തിൽ ഒന്നും കുറവ് വരാതോണം കർത്താവ് അവിടെ ഇവിടെ കാത്തു പരിപാലിച്ചില്ലേ. തലമുറകളൊക്കെയും പലയിടങ്ങളിലായിരുന്നപ്പോ പല വാക്കുകളും കേട്ടപ്പോ തകർന്നു പോയില്ലേ. എവിടെയായി തീരും കർത്താവേ എന്ന് ഒരു നിമിഷം കൊണ്ട് ചിന്തിച്ച സമയങ്ങളില്ലേ. പക്ഷേ ഹല്ലേലൂയ, തലമുറകളെ നാം പോലും അറിയാതെ പ്രൊട്ടക്ട് ചെയ്ത് അവരെ കാത്ത്, അവരെ പരിപാലിച്ച, അവരെ മാനിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന്റെ കരുതന്നെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ നാം ചോദിച്ചാലും നിലച്ചാലും അപ്പുറമായിട്ട് നമ്മെ ജയത്തോടെ നടത്തിയ ക്രിസ്തു യേശുവെ നമ്മെ ജയോത്സവത്തോടെ വഴി നടത്തിയ കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രത്തോട് സ്തുതിയോട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം ഈ പകൽക്കാലവും സ്വർഗത്തിലെ ദൈവം നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ടിടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ വരുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും കർത്താവ് ഞങ്ങളെ കാത്തു. ഞങ്ങൾ ചോദിച്ചതിലപ്പുറമായി, നനച്ചതിലപ്പുറമായിട്ട് കർത്താവ് ഞങ്ങളെ നടത്തി, കരം പിടിച്ചു നടത്തി. തളർന്നു പോകേണ്ട സാഹചര്യത്തിൽ, വീണു പോകേണ്ട സാഹചര്യത്തിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച ഇടത്തൊക്കെയും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് ഉത്തരം നൽകി, എന്റെ ഉള്ളിൽ ബലം നൽകി, ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ വർഷത്തിന്റെ അവസാനം കാണുകയില്ലായിരുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമായിരുന്നു. അപ്പനായിരുന്നു, അമ്മയായിരുന്നു, സഹോദരങ്ങളായിരുന്നു, കൂട്ടു സഹോദരൻ എല്ലാമായിരുന്നു. എൻ്റെ അപ്പൻ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ജയത്തോടെ കഴിഞ്ഞൊരു വർഷം നടത്തിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല. കർത്താവേ സ്തോത്രം. നന്ദി പിതാവേ, നന്ദി പിതാവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കർത്താവേ ജീവിതത്തിൽ അകൃത്യങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾ അകൃത്യങ്ങൾ ഓർമ്മ വയ്ക്കാതെ, ഞങ്ങൾ അകൃത്യങ്ങൾ ഓർക്കാതെ വണ്ണം ഞങ്ങളുടെ അരികത്ത് ഇറങ്ങി വന്ന് ഞങ്ങൾ അവിശ്വസ്തരായിരുന്നപ്പോഴും വിശ്വസ്തനായിരുന്നു കർത്താവ് കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞൊരു വർഷക്കാലവും ലൈവിലായിരുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബത്തെ, അവരുടെ തലമുറകളൊക്കെയും ദൈവം കാത്തല്ലോ. അവരുടെ ജീവിതത്തിൽ കൊടുത്ത ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിക്കാണില്ലായിരിക്കും, പക്ഷേ അതൊക്കെയും ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന, സകലതും നന്മയ്ക്കാക്കി ദൈവം തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പൽക്കാലം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്രം മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.